സീതാദേവിയോട് രാമൻ പലതും പറഞ്ഞു അല്ലേ, കാട്ടിൽ വനവാസത്തിന് പോകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് കുട്ടി, നിനക്ക് അവിടുത്തെ ഇതൊന്നും ശീലമില്ല, ആഹാരം കിട്ടില്ല, ഉറങ്ങാൻ മര്യാദയ്ക്ക് സ്ഥലമില്ല, അതുകൊണ്ട് നീ അച്ഛനും അമ്മയും ശുശ്രൂഷിച്ച് ഇവിടെ ഇരുന്നോളൂ എന്ന്. അപ്പോൾ സീതാദേവി പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഒരു ഭാരമാവില്ല, ഞാനൊന്നും അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യില്ല, എനിക്ക് അങ്ങേ സേവിക്കണം, എൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടു. 13 വർഷം കുഴപ്പമൊന്നും ഉണ്ടായില്ലേ. ആ പഞ്ചവടിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൊന്മാനെ കാണുന്ന വരെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. നമുക്ക് കഥ എത്ര വലിയ തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പൊന്മാനെ കണ്ടതോടുകൂടി എന്തായി, ആ പൊന്മാനെ വേണം, രാമനേക്കാൾ വലുതായി ആ മാൻ. എന്നിട്ട് ആ മാനിന് വേണ്ടി രാമനെ പറഞ്ഞയച്ചു. നോക്കണം, ഈശ്വരനെ വെടിയാൻ തയ്യാറാവാണ്. എന്തിന്? ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ ഈ പൊന്മാൻ? എൻചാൻറ്റിങ് സെൻസ് ഓബ്ജക്ട്സ്, അത്യാകർഷകമായി നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്ന ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ, അധികാരമാവാം, ചിലർ പണം കാണുമ്പോഴാവും, ചിലപ്പോൾ അധികാരം കാണുമ്പോഴാവും, ചിലപ്പോൾ ഭോഗവസ്തുക്കൾ കാണുമ്പോഴാവും. ഏതാ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുക പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പൊന്മാനാണ്. ഏതിലാണ് നമ്മുടെ മനസ്സ് കുടുങ്ങി കീഴ്പോട്ട് പോകണമെന്ന് പറയാൻ പറ്റുമോ? അലർട്ടായി ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എന്തായി, രാമനെ പറഞ്ഞയച്ചു, ലക്ഷ്മണനെയും ചീത്ത പറഞ്ഞ് തെറ്റിദ്ധാരനോട് പറഞ്ഞയച്ചു. അപ്പോഴോ ദശമുഖ രാവണൻ്റെ പിടിയിലായി. നോക്കണം, ജീവന് പറ്റുന്ന അധപ്പതനം എന്താ? ദശമുഖ രാവണം എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെന്ന അർത്ഥം. 10 തല എന്താണ്? 10 ഇന്ദ്രിയങ്ങൾ. ആ 10 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭോഗങ്ങൾ അനുഭവിച്ചിട്ട് മതിവരാത്ത അയാളെയാണ് രാവണനായി പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി, ദാസനായി അധപ്പതിച്ചു.